ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് +2 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ സൊല്യൂഷൻ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്തിയിട്ടുണ്ടാകും. കാരണം നിങ്ങൾ ഹൈസ്കൂൾ ലെവൽ ക്ലാസ്സുകളിലൊക്കെ കുറേയൊക്കെ സൊല്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിന്റെ കമ്പോണന്റുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ സൊല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ. അപ്പൊ സൊല്യൂഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ +1 ലെവൽ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കണം. അതായത് ആദ്യം അറിയേണ്ട സാധനം എന്താണ് മിക്സ്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ. ബേസിക് ആയി നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനമാണ് മിക്സ്ചർ. എന്താ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കമ്പോണൻസ് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന, ഡിഫറെന്റ് മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സ് ആർ substance containing different type of molecules. Suppose വാട്ടറും ഉപ്പും ചേർന്ന സാധനം മിക്സർ ആണ്. വാട്ടറും ഉപ്പും ഷുഗറും ചേർന്ന സാധനം എന്താണ് മിക്സർ. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ആണ് എങ്കിൽ അവയെ പറയുന്ന പേരാണ് മിക്സേഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മളൊരു കാര്യം കൂടെ അറിയണം. ഈ മിക്സർ നമ്മൾ രണ്ടായി തിരിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞോളൂ. എന്തൊക്കെയാ? ഹോമോജീനിയസ് മിക്സർ എന്നും ഹെറ്ററോജീനിയസ് മിക്സർ എന്നും. അതിൽ നമ്മൾ അറിയേണ്ട സംഭവമാണ് ഹോമോജീനിയസ് മിക്സർ. എന്താ ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാല് കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെയാണ് എങ്കിൽ അത്തരം മിക്സറുകളെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സർ. കോമ്പോസിഷൻ മീൻസ് അതായത് ആ മിക്സറിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണന്റുകളുടെ അളവ് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയാണ്, പെർസെന്റേജ് എല്ലായിടങ്ങളിലും ഒരുപോലെയാണ് എങ്കിൽ അവയെ പറയുന്ന പേരാണ് യൂണിഫോം കോമ്പോസിഷൻ. അങ്ങനെ യൂണിഫോം കോമ്പോസിഷൻ ഉള്ള മിക്സറുകളെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പൊ നമ്മള് സൊല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാല് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. മനസ്സിലാക്കുക. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ സൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അറിയേണ്ട ടേം അത് തന്നെയാണ്. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. നമുക്കറിയാം മിക്സർ ആണെങ്കിൽ മിനിമം എത്ര കമ്പോണന്റ് വേണം? രണ്ടിൽ കൂടുതലും ആകാമല്ലോ. അപ്പൊ എന്ത് പറയാം? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ കണ്ടെയ്നിങ് 2. മിനിമം എത്ര പേര് വേണം? 2. അല്ലെങ്കിൽ എന്താണ്? ഓർ മോർ ദാൻ 2. രണ്ടോ അതിൽ കൂടുതലോ കമ്പോണന്റുകൾ അടങ്ങിയിരിക്കുന്ന ഹോമോജീനിയസ് മിക്സറിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more than 2 components. രണ്ടോ അതിലധികമോ കമ്പോണന്റുകൾ അടങ്ങിയിരിക്കുന്ന ഹോമോജീനിയസ് മിക്സറിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ. കൃത്യമായി ഓർക്കുക. ഈ സൊല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബേസിക് ടേമുകൾ കൂടെയുണ്ട്. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാല് സോൾവെന്റ്, രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാല് സൊല്യൂട്ട്. എന്താണ് ഈ സോൾവെന്റ്? മലയാളത്തിൽ സോൾവെന്റ് പറയുന്ന പേര് ലായകം. കേട്ടിരിക്കും അല്ലെ? ലായകം. എന്താ സോൾവെന്റ് എന്ന് പറഞ്ഞാല്? ഞാനൊരു ഉദാഹരണം പറയാം. സപ്പോസ് 100 ml വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് ഞാൻ നന്നായിട്ട് ഡിസോൾവ് ചെയ്തു. അതെന്തായി മാറിയത്? ഹോമോജീനിയസ് മിക്സർ ആയി മാറി. പ്രോപ്പർട്ടീസ് എല്ലായിടത്തും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് അവ എന്ത് പറയാം? ഹോമോജീനിയസ് മിക്സർ എന്ന് പറയാം. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സാധനം ഒരു ഹോമോജീനിയസ് മിക്സറാ. 2 കമ്പോണന്റുകൾ ഉണ്ട്. 2 കമ്പോണന്റുകളില്ലേ? പ്രോപ്പർട്ടീസ് എല്ലായിടത്തും എന്താണ്? ഒരുപോലെയാണ്. അതുകൊണ്ട് അവ എന്താണ്? ഹോമോജീനിയസ് മിക്സർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് ഹോമോജീനിയസ് മിക്സർ ആയതുകൊണ്ട് എന്തുമായി? ഒരു സൊല്യൂഷനുമായി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തെഴുതിയിരിക്കുന്ന ഒരു വാട്ടറും സോൾട്ടും ചേർന്ന സൊല്യൂഷൻ. ഇവിടെ ആരാണ് സോൾവെന്റ്, ആരാണ് സൊല്യൂട്ട്? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. വാട്ടർ ആണ് സോൾവെന്റ്, ഉപ്പാണ് സൊല്യൂട്ട്. ഇനി എന്റെ കയ്യില് ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് 1 സ്പൂൺ ഷുഗർ ഇട്ട് ഞാൻ നന്നായിട്ട് ഡിസോൾവ് ചെയ്തു. 2 കമ്പോണന്റ് ഉള്ളതുകൊണ്ട് സാധനം എന്താണ്? മിക്സർ ആണ്. ഡിസോൾവ് ചെയ്തപ്പോഴേക്കും പ്രോപ്പർട്ടീസ് എല്ലായിടത്തും ഒരുപോലെ ആയതുകൊണ്ട് എന്തായി? ഹോമോജീനിയസ് മിക്സർ ആയി. അപ്പൊ സംഭവം എന്താണ്? സൊല്യൂഷൻ അല്ലേ? ഇവിടെ ആരാ സോൾവെന്റ്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വാട്ടർ ഈസ് ദി സോൾവെന്റ് ആൻഡ് ഷുഗർ ഈസ് ദി സൊല്യൂട്ട്. അപ്പൊ എന്താ സോൾവെന്റ്?
ഒരു സൊല്യൂഷനില് കൂടിയ അളവിൽ കാണപ്പെടുന്ന ആൾ ആരാണോ അയാളെ പറയുന്ന പേരാണ് സോൾവെന്റ്. ദ മേജർ കമ്പോണന്റ് ഓഫ് എ സൊല്യൂഷൻ, ദ മേജർ കമ്പോണന്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് കോൾഡ് സോൾവെന്റ്. അല്ലെങ്കിൽ പറയാം ദ കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഇൻ എ സൊല്യൂഷൻ. The component which is present in large quantity in a solution. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, the major component of a solution is called solvent. മറന്നു പോകരുത്. അപ്പോൾ എന്തായിരിക്കും സൊല്യൂട്ട്? അപ്പൊ നിങ്ങളുടെ മനസ്സിലെത്തിയിട്ടുണ്ടാകും സൊല്യൂട്ടിന്റെ ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും, the minor component of a solution. അതെല്ലായ്പ്പോഴും ശരിയല്ല എന്ന് കൂടെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ രണ്ട് സൊല്യൂഷനകത്തും മൈനർ കമ്പോണന്റ് ആയിരിക്കും സൊല്യൂട്ട്. അതിൽ കൺഫ്യൂഷൻ വേണ്ട, കാരണം രണ്ട് കമ്പോണന്റുകളേ ഉള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾ കുടിക്കുന്ന നാരങ്ങ വെള്ളം, അറിയാലോ ലൈം ജ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ലൈം ജ്യൂസിനകത്ത് ആരൊക്കെ ഉണ്ട്? നാരങ്ങ നീരുണ്ട്, വെള്ളമുണ്ട്, ഷുഗർ ഉണ്ട്, ഉപ്പ് വേണമെങ്കിലും ഇടാം. 4 കമ്പോണന്റ് ആയില്ലേ? അതൊരു സൊല്യൂഷൻ ആണോ? ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങളോട് ഒരു സാധനം തന്നിട്ട് അതൊരു സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അതിനകത്ത് മിനിമം 2 കമ്പോണന്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 2 കമ്പോണന്റുകൾ മാത്രം ഉണ്ടായാൽ പോരാ, അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കോമ്പോസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണം. ദാറ്റ് ഈസ് അത് ഹോമോജീനിയസ് മിക്സർ ആണോ എന്ന് കൂടെ നോക്കിയാൽ ഈ 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ എന്തായിരിക്കും? അത് സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ നാരങ്ങ വെള്ളം എന്ന സാധനം ഹോമോജീനിയസ് മിക്സർ ആണ്. മിനിമം 2 കമ്പോണന്റ് കൂടുതലുണ്ട്, 4 കമ്പോണന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ ആണ്. ഇവിടുത്തെ സോൾവെന്റ് ആരായിരിക്കും? മേജർ കമ്പോണന്റ് ഈസ് സോൾവെന്റ്. വാട്ടർ ആണ് മേജർ കമ്പോണന്റ്, വാട്ടർ ഈസ് സോൾവെന്റ്. അപ്പൊ ആരാ സൊല്യൂട്ട്? വാട്ടർ ഒഴി ഒരുപാട് സാധനങ്ങളില്ലേ? ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ഒരു സൊല്യൂഷനില് സോൾവെന്റ് ഒഴികെ വരുന്ന ബാക്കി എല്ലാ ആൾക്കാരെയും ചേർത്ത് പറയുന്ന പേരാണ് solute. The components other than solvent in a solution is called a solute. ഒരു സൊല്യൂഷൻ അകത്ത് സോൾവെന്റ് ഒഴികെ വരുന്ന ബാക്കി എല്ലാ കമ്പോണന്റുകളെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് സൊല്യൂട്ട് എന്ന് പറയുക. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ എന്താ സോൾവെന്റ്? പോയിന്റ് പിടിയിട്ടില്ലേ? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ the major component of a solution. അല്ല, എങ്ങനെ വ്യക്തമായി ഡിഫൈൻ ചെയ്യാം? The component which is present in large quantity in a solution is called solvent. അപ്പൊ എന്താ സൊല്യൂട്ട്? The components other than solvent. സോൾവെന്റ് ഒഴികെ സൊല്യൂഷൻ അകത്ത് വരുന്ന ബാക്കി എല്ലാ കമ്പോണന്റുകളെയും ഒരുമിച്ച് പറഞ്ഞ പേരാണ് സൊല്യൂട്ട്. ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊരു ബേസിക് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ബൈനറി സൊല്യൂഷൻ? എന്താണ് ബൈനറി സൊല്യൂഷൻ? ആ വാക്കിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ബൈ മീൻസ് രണ്ട്, അല്ലെ? അതായത് ഒരു സൊല്യൂഷനകത്ത് 2 കമ്പോണന്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ബൈനറി സൊല്യൂഷൻ. അതായത് ഒരു സോൾവെന്റും ഒരു സൊല്യൂട്ടും. എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 2 കമ്പോണന്റ്സ്, 1 സോൾവെന്റ് ആൻഡ് 1 സൊല്യൂട്ട്. അതായത് 2 കമ്പോണന്റുകൾ ചേർന്നുണ്ടാകുന്ന സൊല്യൂഷനെ പറയുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സോൾട്ടും വാട്ടറും തരുന്ന സൊല്യൂഷൻ, ഷുഗറും വാട്ടറും സൊല്യൂഷൻ. അപ്പൊ 2 കമ്പോണന്റുകൾ മാത്രമുള്ള സൊല്യൂഷൻസിനെ പൊതുവായി പറയുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ബൈനറി സൊല്യൂഷൻ? എന്താ ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 2 കമ്പോണന്റ്സ്, 2 കമ്പോണന്റുകൾ മാത്രമുള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ എന്ന് ഓർക്കുക. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ബൈനറി സൊല്യൂഷന്റെ സോൾവെന്റ് എന്തായിരിക്കും? മേജർ കമ്പോണന്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സൊല്യൂട്ട് എന്തായിരിക്കും? കമ്പോണന്റ് അതായത് സോൾവെന്റ് ആണ്, പക്ഷെ ഒരു കമ്പോണന്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മൈനർ കമ്പോണന്റ് എന്ന് വേണമെങ്കിൽ അവിടെ പറയാം എന്ന് ഓർത്ത് വെച്ചേക്കുക. കൺഫ്യൂഷൻ ആകാതെ പഠിക്കുക. കാര്യം പിടുത്തം കിട്ടിയില്ലേ? ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ച് മാത്രമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അങ്ങോട്ട് ഇനി പഠിക്കുന്ന ടേമുകളിലൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം. അവിടെ 2 കമ്പോണന്റുകളേ ഉള്ളൂ, സോൾവെന്റും സൊല്യൂട്ട്. ഒരു സോൾവെന്റും ഒരു സൊല്യൂട്ട്. ദാറ്റ് ഈസ് ബൈനറി സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത നോക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ പല ടൈപ്പ് ഉണ്ട്. അതായത് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും ഫിസിക്കൽ നേച്ചർ, ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നതനുസരിച്ചിട്ട് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. നമ്മുടെ സോൾവെന്റ് ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. സോൾവെന്റ് എന്താണ്? ഗ്യാസ്. സൊല്യൂട്ട് സോളിഡ്. സോൾവെന്റ് ഗ്യാസും സൊല്യൂട്ട് എന്താണ്? സോളിഡുമായിട്ടുള്ള സൊല്യൂഷൻ. കിട്ടുന്ന
സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്തായിരിക്കും ആലോചിച്ച് പറഞ്ഞേ. സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്തായിരിക്കും? അതായത് ഗ്യാസ് ആണ് സോൾവെന്റ്, സോൾവെന്റ് ആണ് കൂടിയ അളവിൽ കാണപ്പെടുന്ന സാധനം, ഗ്യാസ് ആണ് വളരെ കൂടുതൽ, സോളിഡ് കുറവാണ്. ഇപ്പൊ ഒരു ഗ്യാസിനകത്തേക്ക് ആരെ ഡിസോൾവ് ചെയ്യുന്നു? സോളിഡിനെ. കിട്ടുന്ന സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഗ്യാഷ്യസ് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇതിന് എക്സാമ്പിൾസ്, അതായത് സോളിഡ് സൊല്യൂട്ടിനെ ഗ്യാഷ്യസ് സോൾവെന്റിനകത്തേക്ക് ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന ഗ്യാഷ്യസ് സൊല്യൂഷൻസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ് ക്യാംഫർ. അറിയാലോ, കർപ്പൂരം ഇൻ നൈട്രജൻ ഗ്യാസ്. കർപ്പൂരം ഇൻ നൈട്രജൻ ഗ്യാസ്, ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. അതുപോലെ സോൾവെന്റ് വീണ്ടും ഗ്യാസ് ആണെന്ന് തന്നെ വിചാരിക്കുക. സൊല്യൂട്ട് എന്താണ്? ലിക്വിഡ് ആണ്. ദാറ്റ് മീൻസ് ഒരു ലിക്വിഡ് സൊല്യൂട്ടിനെ ഗ്യാഷ്യസ് സോൾവെന്റിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുന്നു. ആലോചിച്ച് കിട്ടുന്ന സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് തന്നെ ആയിരിക്കും? കാരണം കൂടുതൽ ഗ്യാസ് അല്ലേ, അപ്പൊ എന്തായിരിക്കും? ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഗ്യാഷ്യസ് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ പറയുന്നത് ക്ലോറോഫോം. അറിയാം, ക്ലോറോഫോം ലിക്വിഡ് ആണ് ഇൻ നൈട്രജൻ ഗ്യാസ്. ക്ലോറോഫോമിനോട് ഡിസോൾവ് ചെയ്യുക, നൈട്രജൻ ഗ്യാസിനകത്തേക്ക് ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് തോന്നുന്നു ഒരു ലിക്വിഡ് സൊല്യൂട്ടിനെ ഗ്യാഷ്യസ് സോൾവെന്റിനകത്തേക്ക് ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ. ഇനി മനസ്സിലാക്കുക, നമ്മുടെ സോൾവെന്റ് എന്ത് തന്നെയാണ്? ഗ്യാസ്. സൊല്യൂട്ട് എന്തായിക്കോട്ടെ? ഗ്യാസ് ആയിക്കോട്ടെ. കിട്ടുന്ന സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഗ്യാസ് തന്നെയായിരിക്കും. കാരണം സോൾവെന്റ് ആണ് ഗ്യാസ്, ഗ്യാസിന്റെ അളവ് കൂടുതലാണ്. സോൾവെന്റിന്റെ നേച്ചർ ആയിരിക്കും ആരുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ നേച്ചർ. ഇനി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ഇൻ നൈട്രജൻ ഗ്യാസ്. ഓക്സിജൻ ഗ്യാസും നൈട്രജൻ ഗ്യാസും തമ്മിലുള്ള മിക്സർ, ഓക്സിജൻ ഗ്യാസ് നൈട്രജൻ ഗ്യാസിനകത്തേക്ക് എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, സോൾവെന്റ് ഗ്യാസ് ആയപ്പോൾ സൊല്യൂഷൻ എന്തായിരുന്നു? ഗ്യാസ് ആയിരുന്നു. സോൾവെന്റ് ഗ്യാസ് ആയപ്പോൾ സൊല്യൂഷൻ എന്തായിരുന്നു? ഗ്യാസ് ആയിരുന്നു. സോൾവെന്റ് ഗ്യാസ് ആയപ്പോൾ സൊല്യൂഷൻ എന്തായി? ഗ്യാസ് ആയി. ഇത്തരം സൊല്യൂഷൻസ് നമ്മൾ പൊതുവായി പറയുന്ന പേര് ഗാഷ്യസ് സൊല്യൂഷൻ എന്ന് പേര് പറയും, ഗാഷ്യസ് സൊല്യൂഷൻ. ഇനി നമുക്ക് അടുത്ത ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കാം. നമ്മുടെ സോൾവെന്റ് ലിക്വിഡ് ആണ്. സോൾവെന്റ് എന്താണ്? ലിക്വിഡ് ആണ്. സൊല്യൂട്ട് എന്താകാം? സോളിഡ് ആകാം. നമുക്ക് ഓരോന്നായിട്ട് വരാം. അപ്പൊ ഒരു ലിക്വിഡ് സോൾവെന്റിനകത്തേക്ക് സോളിഡ് ആയിട്ട് ഒരു സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്തു. കിട്ടുന്ന സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഡിസോൾവ് ചെയ്തു, കിട്ടുന്ന സൊല്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയായിരിക്കും. കാരണം സോൾവെന്റ് ആണ്. കൂടിയ അളവില് സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അതായിരിക്കും സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്. ഇതിന് എക്സാമ്പിൾ ആയി പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസോ സോൾട്ടോ എന്തും എടുക്കാം, ഷുഗറോ എന്തും എടുക്കാം. ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. അതുപോലെ സോൾവെന്റ് ലിക്വിഡ്, സൊല്യൂട്ടും ലിക്വിഡ്. സോൾവെന്റ് ലിക്വിഡ്, സൊല്യൂട്ടും ലിക്വിഡ്. കിട്ടുന്ന സൊല്യൂഷൻ പറയേണ്ട കാര്യമില്ല, ഏത് ഫിസിക്കൽ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് എത്തനോൾ ഇൻ വാട്ടർ. എത്തനോൾ ഇൻ വാട്ടർ. എത്തനോളിനെ ഡിസോൾവ് ചെയ്യുക, വാട്ടറിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുക. അതിനടുത്തത് വീണ്ടും സോൾവെന്റ് എന്ത് തന്നെ? ലിക്വിഡ് തന്നെ. സൊല്യൂട്ട് എന്താണ്? ഗ്യാസ്. അതായത് ഒരു ലിക്വിഡ് സോൾവെന്റിനകത്തേക്ക് ഒരു ഗ്യാഷ്യസ് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, കൂടിയ അളവിൽ ആരാണ്? സോൾവെന്റ് ആണ്. സോൾവെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്താ? ലിക്വിഡ് ആണ്. അത് തന്നെ ആയിരിക്കും ആരുടെ ഫിസിക്കൽ സ്റ്റേറ്റും? സൊല്യൂഷന്റെ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. ഓക്സിജൻ ഗ്യാസിനെ ഡിസോൾവ് ചെയ്യുക, വാട്ടറിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നുകൂടെ നോക്കുക. സോൾവെന്റ് ലിക്വിഡ് ആയപ്പോൾ സൊല്യൂഷൻ എന്തായിരുന്നു? ലിക്വിഡ് ആയിരുന്നു. സോൾവെന്റ് ലിക്വിഡ് ആയപ്പോൾ സൊല്യൂഷൻ എന്തായി? ലിക്വിഡ് ആയി. സോൾവെന്റ് ലിക്വിഡ് ആയപ്പോൾ സൊല്യൂഷൻ എന്തായി? ലിക്വിഡ് ആയി. ഇത്തരം സൊല്യൂഷൻസിനെ പൊതുവായി പറയുന്ന പേരാണ് ലിക്വിഡ് സൊല്യൂഷൻ. എന്ത് പേര് പറയും? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയും. അത് ഗ്യാഷ്യസ് സൊല്യൂഷൻ, എന്താ സാധനം? ലിക്വിഡ് സൊല്യൂഷൻ. ഇനി അടുത്തൊരു ഫിസിക്കൽ സ്റ്റേറ്റ് കൂടെ ഉണ്ടല്ലോ, ആരാ? സോളിഡ്. നോക്കാം. സോൾവെന്റ് എന്താണ്? സോളിഡ് ആണ്. സൊല്യൂട്ട് എന്ത് തന്നെയാണ്? സോളിഡ്. അതായത് ഒരു സോളിഡിനെ മറ്റൊരു സോളിഡിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുക. എന്തായിരിക്കും കിട്ടുന്ന സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്? സോളിഡ് തന്നെ ആയിരിക്കും. കാരണം എന്താ? സോൾവെന്റ് എന്താണ്? സോളിഡ് ആണ്.
ഇതിന് എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ ജുവൽ ഗോൾഡ് കേട്ടുണ്ടാവും. ജുവൽ ഗോൾഡ്, ആഭരണ സ്വർണം കേട്ടിട്ടില്ലേ? ജുവൽ ഗോൾഡ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞേ? നമുക്കറിയാം, സ്വർണത്തിനകത്തേക്ക് കോപ്പർ ചേർക്കും. സ്വർണം, പ്യുവർ സ്വർണം കേട്ടിട്ടില്ലേ? പ്യുവർ സ്വർണം എന്ന് പറഞ്ഞാല് 24 ക്യാരറ്റ്. 24 ക്യാരറ്റ് ആണ് പ്യുവർ സ്വർണം. അത് ബ്രിട്ടിലാണ്, പൊട്ടിപ്പോകും, നമുക്ക് ആഭരണമായി ഉപയോഗിക്കാൻ കഴിയില്ല. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആവശ്യമായ അളവിൽ കോപ്പറിനെ ചേർക്കും. അങ്ങനെ കിട്ടുന്ന സാധനമാണ് 22 ക്യാരറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജുവൽ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം. അതൊരു സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അടുത്തിട്ട് നോക്കൂ, നമ്മുടെ സോൾവെന്റ് സോളിഡ് തന്നെ, സൊല്യൂട്ട് എന്താണ്? ലിക്വിഡ് ആണ്. സൊല്യൂഷന്റെ ഫിസിക്സ് എന്തായിരിക്കും? സോൾവെന്റ് സോളിഡ് ആണ്, അതുകൊണ്ട് തന്നെ സൊല്യൂഷനും ഏത് ഫിസിക്കൽസിൽ തന്നെ ആയിരിക്കും? സോളിഡ്. കാരണം ഒരു ലിക്വിഡിനെ സോളിഡിനകത്തേക്ക് ഇട്ട് സോളിഡ് ആണ് കൂടിയ അളവ്, അല്ലേ? അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അമാൽഗം എന്ന് കേട്ടിട്ടുണ്ടോ? മെർക്കുറിയുടെ കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് അമാൽഗം. മെർക്കുറിയുടെ കോമ്പൗണ്ടുകളെ പൊതുവായി പറഞ്ഞ പേരാണ് എന്തോ സാധനം? അമാൽഗം എന്ന് പറഞ്ഞാല് സോഡിയം അമാൽഗം മീൻസ് സോഡിയത്തിന്റെയും മെർക്കുറിയുടെയും കോമ്പൗണ്ട് ആണ്. മെർക്കുറി സോഡിയത്തിനകത്തേക്ക് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. സോഡിയം ആണ് കൂടിയ അളവിൽ, മെർക്കുറി കുറച്ചുണ്ടോ? മെർക്കുറി ലിക്വിഡ് ആണ് നമുക്കറിയാം, സോഡിയം സോളിഡുമാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ തിരിച്ചോട്ടെ. ദെൻ നമ്മുടെ സോൾവെന്റ് എന്ത് തന്നെയാണ്? സോളിഡ് സ്റ്റേറ്റ്. സൊല്യൂട്ട് എന്ത് സ്റ്റേറ്റ് ആയിരിക്കും? ഗ്യാഷ്യസ് സ്റ്റേറ്റ്. കിട്ടുന്ന സൊല്യൂഷൻ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് അല്ലേ കൂടുതൽ. സൊല്യൂഷൻ തന്നെ ആയിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രജൻ മിക്സ്ഡ് വിത്ത് പ്ലാറ്റിനം എന്നോ, അല്ലെങ്കിൽ ഹൈഡ്രജൻ മിക്സ്ഡ് വിത്ത് പലേഡിയം എന്നോ, അല്ലെങ്കിൽ ഹൈഡ്രജൻ മിക്സ്ഡ് വിത്ത് നിക്കൽ എന്നൊക്കെ പറയാം. ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻ നിങ്ങൾ ഫെമിലിയർ ആകുന്ന ഒരു റിയേജന്റ് ഹൈഡ്രജൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാറ്റിനവും പലേഡിയം നിക്കലും ഒക്കെ സോളിഡ് ആണ് കൂടുതൽ, ഗ്യാസിന്റെ കണ്ടന്റ് കുറവായിരിക്കും. ഒന്നുകൂടെ ഒപ്പടെ നോക്കാം. അതായത് നമ്മുടെ സോൾവെന്റ് സോളിഡ് ആയപ്പോൾ സൊല്യൂഷൻ എന്താണ്? സോളിഡ് ആണ്. സോൾവെന്റ് സോളിഡ് ആയപ്പം സൊല്യൂഷൻ എന്താണ്? സോളിഡ് ആണ്. സോൾവെന്റ് സോളിഡ് ആയപ്പം സൊല്യൂഷൻ എന്താണ്? സോളിഡ് ആണ്. ഇത്തരം സൊല്യൂഷൻസിനെ പൊതുവായി പറയുന്ന പേരാണ് സോളിഡ് സൊല്യൂഷൻ. എന്ത് പേര് പറയും? സോളിഡ് സൊല്യൂഷൻ. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. ഇതൊക്കെയാണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. സോൾവെന്റിന്റെ നേച്ചർ എന്താണോ അതായിരിക്കും ആരുടെ നേച്ചർ? സോൾവെന്റിന്റെ നേച്ചർ എന്താണോ അതായിരിക്കും ആരുടെ നേച്ചർ? സൊല്യൂഷന്റെ നേച്ചർ. സോൾവെന്റിന്റെ നേച്ചർ എന്താണോ അതായിരിക്കും സൊല്യൂഷന്റെ നേച്ചർ. അതായത് വളരെ സിമ്പിൾ ആയി മനസ്സിലാക്കുക. നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സോൾവെന്റ്. നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സോൾവെന്റ്. എന്തുകൊണ്ട്? ഒരു സൊല്യൂഷനകത്ത് ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ആൾ എന്തായിരിക്കും? സോൾവെന്റ് ആയിരിക്കും. ആ സോൾവെന്റിന്റെ സ്വഭാവത്തെയാണ് സൊല്യൂഷൻ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓർക്കുക, നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സോൾവെന്റ്. ഇനി നമുക്ക് നോക്കുന്ന ടേം എന്ന് പറഞ്ഞാല് കോമ്പോസിഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ കോമ്പോസിഷൻ. കോമ്പോസിഷൻ മീൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇനി പഠിക്കുന്ന ആരെ കുറിച്ചിട്ടാണ്? ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ 2 കമ്പൗണ്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ കോമ്പോസിഷൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു സൊല്യൂഷനകത്ത് എത്ര സോൾവെന്റ് ഉണ്ട്, എത്ര സൊല്യൂട്ട് ഉണ്ട്. ആ സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും അളവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. അതാണ് കോമ്പോസിഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോമ്പോസിഷൻ ഓഫ് എ സൊല്യൂഷൻ, അത് പോയിന്റ് മനസ്സിലാക്കുക. ഒരു സൊല്യൂഷന്റെ കോമ്പോസിഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. എന്താ സാധനം? കോൺസെൻട്രേഷൻ. അതായത് നമ്മുടെ സൊല്യൂഷന്റെ കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ആരുടെ ടേമിലാണ്? കോൺസെൻട്രേഷന്റെ ടേമിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. Composition of a solution is explained in terms of concentration. അതായത് ഒരു സൊല്യൂഷന്റെ കോമ്പോസിഷൻ, സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും അളവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ആരുടെ ടേമിലാണ്? കോൺസെൻട്രേഷന്റെ ടേമിലാണ്. ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, 2 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഒന്നെന്താണ് സാധനം? ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, 2 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അപ്പൊ സൊല്യൂഷന്റെ കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ആരുടെ ടേമിലാണ്? കോൺസെൻട്രേഷൻ ടേമിലാണ്. ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡും 2 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. ക്വാളിറ്റേറ്റീവ് മെത്തേഡില് 2 മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്.
ഒന്ന് എന്ന് പറഞ്ഞാല് ഡയല്യൂട്ട് സൊല്യൂഷൻ. എന്താണ് ഡയല്യൂട്ട് സൊല്യൂഷൻ? എന്താണ് ഡയല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ടിന്റെ അളവ് കമ്പാരറ്റീവ്ലി വളരെ കുറവാണ് എങ്കിൽ അത്തരം സൊല്യൂഷനെ പറയുന്ന പേരാണ് ഡയലൂട്ട് സൊല്യൂഷൻ. ഉദാഹരണം പറയാം. എന്റെ ഒരു 1000 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. 1000 ലിറ്റർ വാട്ടർ ഉണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്തു. സൊല്യൂഷൻ ആയോ? ആയി. കാരണം എന്താ? 2 കമ്പോണന്റ് ഉണ്ട്, ഡിസോൾവ് ചെയ്തപ്പോൾ ഹോമോജിനിയസുമായി. അപ്പൊ എന്താണ് സാധനം? ഹോമോജിനിയസ് മിക്സർ ആണ്, സൊല്യൂഷൻ ആയി. പക്ഷേ സോൾവെന്റിന്റെ അളവുമായി കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറവല്ലേ? ഇത്തരം സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഡയല്യൂട്ട് സൊല്യൂഷൻ. ഇത് പറയും ഡയല്യൂട്ട് സൊല്യൂഷൻ. ഇപ്പൊ രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റേറ്റീവ് മെത്തേഡിലെ രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. എന്താ സാധനം? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നാണ്. എന്താ പറയുക? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഡയലൂട്ട് സൊല്യൂഷൻ വ്യക്തമായി എങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ സൊല്യൂട്ടിന്റെ അളവ് കമ്പാരറ്റീവ്ലി കുറവാണ് എങ്കിൽ, സോൾവെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിൽ അത്തരം സൊല്യൂഷനെ പറയുന്ന പേരാണ് ഡയലൂട്ട് സൊല്യൂഷൻ. അപ്പൊ എന്താ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ? ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ടിന്റെ അളവ് റിലേറ്റീവ്ലി ലാർജ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സോൾവെന്റിനേക്കാൾ കൂടുതലാകാൻ പാടുണ്ടോ? ഇല്ല, സോൾവെന്റിനേക്കാൾ ഒരിക്കലും കൂടുതലാകാൻ പാടില്ല. പക്ഷേ സൊല്യൂട്ടിന്റെ അളവ് വളരെ കൂടുതലായിരിക്കണം. പക്ഷേ സോൾവെന്റിനേക്കാൾ ഒരിക്കലും കൂടുതലാകരുത്. പറയുമ്പോൾ എങ്ങനെ പറയുക? ഇൻ എ സൊല്യൂഷൻ ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് റിലേറ്റീവ്ലി ലാർജ്. ഡയലൂട്ട് സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ അളവ് എന്താണ്? വളരെ കൂടുതലാണെങ്കിൽ അത്തരം സൊല്യൂഷനെ പറയുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അപ്പം സൊല്യൂഷന്റെ കോമ്പോസിഷൻ പറയാൻ ഉപയോഗിക്കുന്ന മാർഗം കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ 2 മാർഗങ്ങളുണ്ട്, ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ 2 മാർഗങ്ങൾ പറഞ്ഞു, ഡയലൂട്ട് സൊല്യൂഷൻ എന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും. എന്താണ് ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ടിന്റെ അളവ് റിലേറ്റീവ്ലി സ്മോൾ ആണെങ്കിൽ അത്തരം സൊല്യൂഷൻ നമ്മൾ എന്ത് പറയും? ഡയലൂട്ട് സൊല്യൂഷൻ എന്നും. സൊല്യൂട്ടിന്റെ അളവ് കമ്പാരറ്റീവ്ലി ലാർജ് ആണ്. ഡയലൂട്ട് സൊല്യൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ അളവ് ലാർജ് ആണ് എങ്കിൽ അത്തരം സൊല്യൂഷൻ എന്ത് പറയും? കോൺസെൻട്രേറ്റഡ് എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട കാര്യം, സോൾവെന്റിനേക്കാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സൊല്യൂട്ടിന്റെ അളവ് കൂടാൻ പാടില്ല. ഇത്രയും കാര്യം മനസ്സിലായി എങ്കിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എങ്ങനെ ഡയലൂട്ട് സൊല്യൂഷൻ ആക്കി മാറ്റും? വളരെ സിമ്പിൾ ആണ്. എന്നിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, എങ്ങനെ ഡയലൂട്ട് സൊല്യൂഷൻ ആക്കി മാറ്റും? വളരെ സിമ്പിൾ. സോൾവെന്റ് അളവ് കൂടിയാൽ പോലെ ഡയലൂട്ട് ആകാൻ? ബൈ ആഡിങ് മോർ സോൾവെന്റ്. ബൈ ആഡിങ് മോർ സോൾവെന്റ്, കൂടുതൽ സോൾവെന്റിനെ ആഡ് ചെയ്താൽ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ നമുക്ക് എന്താക്കി മാറ്റാം? ഡയലൂട്ട് സൊല്യൂഷൻ ആക്കി മാറ്റാമെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണ്. കോൺസെൻട്രേഷൻ പറയാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡില് നമ്മുടെ സൊല്യൂഷന്റെ കോമ്പോസിഷൻ പറയാനായിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പറയാനായിട്ട് 7 മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എത്ര മാർഗം ഉപയോഗിക്കാറുണ്ട്? 7 മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ +1 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് വളരെ സിമ്പിൾ ആണ്, ഓർക്കാൻ പറ്റും. എങ്ങനെയാ പെർസെന്റേജ് കാണുക? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ മാർക്കിന്റെ ഒക്കെ പെർസെന്റേജ് കാണാറുണ്ട്. വളരെ സിമ്പിൾ ആയി നോക്കുക. എനിക്ക് പരീക്ഷയ്ക്ക് 600-ന് 400 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. എങ്ങനെ എന്റെ മാർക്കിന്റെ പെർസെന്റേജ് കാണുക? എനിക്ക് കിട്ടിയ മാർക്ക് 400 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അങ്ങനെയല്ലേ പെർസെന്റേജ് കാണുക? അതുപോലെ നമ്മുടെ സൊല്യൂഷനകത്ത് 2 കമ്പോണന്റുകളാണുള്ളത്. നമ്മൾ ബൈനറി സൊല്യൂഷനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്, സോൾവെന്റും സൊല്യൂട്ടും. ആരുടെ മാസ് പെർസെന്റേജ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അയാളുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. അപ്പോൾ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. മാസ് ഓഫ് ദി കമ്പോണന്റ് ഇൻ ദി സൊല്യൂഷൻ. കമ്പോണന്റ് മീൻസ് അത് സോൾവെന്റ് ആകാം അല്ലെങ്കിൽ സൊല്യൂട്ട് ആകാം. സപ്പോസ് നമുക്ക് സോൾവെന്റിന്റെ മാസ് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ ദി സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് ഓർത്തുവയ്ക്കുക. 100 എന്തിനു ഉപയോഗിച്ചു? പെർസെന്റേജ് ആയതുകൊണ്ട്. സംശയമുണ്ടോ? ഇനി സൊല്യൂട്ടിന്റെ മാസ് പെർസെന്റേജ് കാണും. മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. വളരെ സിമ്പിൾ അല്ലേ? പഠിച്ച കാര്യമല്ലേ? ആ ഇക്വേഷൻ ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇതിനെ സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ W by W പെർസെന്റേജ് എന്നാണ്. എന്താ W by W? നോക്കുക, മേളിലും മാസ് താഴെയും മാസ് അല്ലേ? ദാറ്റ് ഈസ് മാസ് ബൈ മാസ്. W by W പെർസെന്റേജ് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്.
ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ പറയാൻ കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് മാസ് പെർസെന്റേജ്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? W/W പെർസെന്റേജ്. രണ്ടാമത്തെ കോമ്പോസിഷൻ പറയാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളിയം പെർസെന്റേജ്. സാധനം വോളിയം പെർസെന്റേജ്. നിങ്ങൾക്ക് പറയാൻ കഴിയും മാസ് പെർസെന്റേജിനെ കുറിച്ച് അറിയാമെങ്കിൽ വോളിയം പെർസെന്റേജ് പറയുക വളരെ സിമ്പിൾ ആയ കാര്യമല്ലേ. എങ്ങനെയാ വോളിയം പെർസെന്റേജ് പറയുക? വളരെ സിമ്പിൾ. മാസിനെ മാറ്റി എന്ത് കൊടുത്താൽ മതി? വോളിയം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ലിക്വിഡ് സൊല്യൂഷൻ എന്താ സാധനം? ലിക്വിഡ് സൊല്യൂഷന്റെ അതായത് സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡ് ആണ് എങ്കിൽ അത്തരം സൊല്യൂഷന്റെ കോമ്പോസിഷൻ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് വോളിയം പെർസെന്റേജ്. എങ്ങനെയാ മാസിനെ മാറ്റി വോളിയം കൊടുത്തേ? എന്ത് പറയാം? വോളിയം ഓഫ് ദി component in the solution. Volume of the component in the solution divided by total മാസിനെ മാറ്റി എന്ത് കൊടുത്താൽ മതി? വോളിയം. വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. എന്തുകൊണ്ട് 100 ഉപയോഗിച്ചു? പെർസെന്റേജ് ആയതുകൊണ്ട്. വളരെ സിമ്പിൾ അല്ലേ? വോളിയം ഓഫ് ദി നമുക്ക് സപ്പോസ് സോൾവെന്റിന്റെ വോളിയം പെർസെന്റേജ് കാണണമെങ്കിൽ വോളിയം ഓഫ് ദി സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി സൊല്യൂട്ടിന്റെ വോളിയം പെർസെന്റേജ് കാണും വോളിയം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. സാധാരണഗതിയിൽ നമ്മുടെ സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡ് ആയി വരുന്ന സൊല്യൂഷന്റെ കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വോളിയം പെർസെന്റേജ് ഉപയോഗിക്കുക. ഇതിനെ എങ്ങനെ സൂചിപ്പിക്കും? ഇത് W/W പെർസെന്റേജ് ആണെങ്കിൽ വോളിയം പെർസെന്റേജ് എങ്ങനെ സൂചിപ്പിക്കും? V/V പെർസെന്റേജ്. മുകളിലും വോളിയവും താഴെയും വോളിയം. ദാറ്റ് ഈസ് V/V പെർസെന്റേജ്. മൂന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം പെർസെന്റേജ്. അപ്പൊ വേണമെങ്കിൽ മാറ്റി ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതൊക്കെ പഠിച്ചപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ധാരണ വന്നു കാണും എങ്ങനെ മാസ് ബൈ വോളിയം പെർസെന്റേജിന്റെ ഇക്വേഷൻ എഴുതാം. മാസ് ബൈ വോളിയം. മുകളിൽ മാസ്, താഴെ എന്താണ്? വോളിയം. അപ്പൊ എങ്ങനെ എഴുതാം? മാസ് ഓഫ് ദി കമ്പോണന്റ് ഇൻ ദി സൊല്യൂഷൻ. മാസ് ഓഫ് ദി കമ്പോണന്റ് ഇൻ ദി സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ volume of the solution. Volume of the solution into 100% ആയതുകൊണ്ട് വളരെ സിമ്പിൾ അല്ലേ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു വോളിയം ഓഫ് ദി സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു വോളിയം ആർക്കാ മെഷർ ചെയ്യാറുള്ളത്? ലിക്വിഡ്സിനാ. അപ്പം വോളിയം ഓഫ് ദി സൊല്യൂഷൻ മീൻസ് സൊല്യൂഷൻ ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. സൊല്യൂഷൻ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ സോൾവെന്റ് ഏത് സ്റ്റേറ്റിലായിരിക്കും? ലിക്വിഡ്. നമ്മൾ നേരത്തെ പഠിച്ചതാ ഇല്ലേ? അതായത് സോൾവെന്റ് നേച്ചർ എന്തായിരിക്കോ അതായിരിക്കും സൊല്യൂഷൻ നേച്ചർ. അപ്പൊ സൊല്യൂഷൻ ലിക്വിഡ് ആണെങ്കിൽ സോൾവെന്റ് എന്താണ്? ലിക്വിഡ് ആണ്. സോളിഡുകൾക്കല്ലേ മാസ് മെഷർ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ സോളിഡ് പാർട്ടിക്കിൾ ആരായിരിക്കണം? സൊല്യൂട്ട് ആയിരിക്കണം. അപ്പൊ ഇവിടെ കമ്പോണന്റ് സംഭവം വേണ്ട. മാസ് ഓഫ് ദി സൊല്യൂട്ട്. മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഇവിടെ കാര്യം വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണം. വോളിയം ഓഫ് ദി സൊല്യൂഷൻ എന്നാ പറഞ്ഞേ. സൊല്യൂഷന്റെ വോളിയം. ദാറ്റ് മീൻസ് സൊല്യൂഷൻ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലല്ലേ? സൊല്യൂഷൻ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. സൊല്യൂഷൻ ലിക്വിഡ് ആണെങ്കിൽ സോൾവെന്റ് എന്താണ്? ലിക്വിഡ് ആണ്. നേരത്തെ പഠിച്ചതാ. സോൾവെന്റ് നേച്ചർ ആയിരിക്കും സൊല്യൂഷൻ നേച്ചർ. അപ്പൊ ഇവിടെ സോളിഡ് ആയിട്ടുള്ള ആളായിരിക്കണം? സൊല്യൂട്ട് ആയിരിക്കണം. ദാറ്റ് ഈസ് മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സോളിഡ് സൊല്യൂട്ടിനെ ലിക്വിഡ് സോൾവെന്റിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം ആണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. അപ്പൊ ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? മേളിൽ മാസ് W, താഴെ വോളിയം ബൈ V പെർസെന്റേജ്. W/V പെർസെന്റേജ്. സാധാരണഗതിയിൽ ഈ മാസ് ബൈ വോളിയം പെർസെന്റേജ് ഉപയോഗിക്കുക മെഡിസിനൽ ഫീൽഡിലും ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലുമാണ്. രണ്ടും തന്നെയാണ്, ഏകദേശം ഒന്ന് തന്നെയാണ്. മെഡിസിനൽ ഫീൽഡിലും ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം ആണ് മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി നാലാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ സൂചിപ്പിക്കുന്നത് ppm ഷോർട്ട് ഫോം ആണ്. പാർട്സ് പെർ മില്യൺ ppm. ഇത് വളരെ സിമ്പിൾ ആയി ഓർത്തു വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്സ് പെർ മില്യൺ പ്രധാനമായും
ട്രേസ് ക്വാണ്ടിറ്റീസ്, വളരെ ചെറിയ അളവിലുള്ള കോൺസെൻട്രേഷൻ, വളരെ ചെറിയ അളവിലെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് പാർട്സ് പെർ മില്യൺ. വളരെ ചെറിയ അളവിലുള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം ആണ് പാർട്സ് പെർ മില്യൺ എന്ന് ഓർക്കുക. പാർട്സ് പെർ മില്യൺ സാധാരണ ഇതില് റിസർച്ച് ഫീൽഡിലേക്കാണ് ഇത് ഉപയോഗിക്കുക. കാരണം വളരെ ട്രേസ് ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കുന്നത് കൊണ്ട് റിസർച്ച് ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്തോ സാധനം പാർട്സ് പെർ മില്യൺ. കോൺസെൻട്രേഷൻ പറയാൻ ഉപയോഗിക്കുന്ന ടേം ആണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പാർട്സ് പെർ മില്യൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണന്റ് divided by total number of parts of all the components in the solution into 10 raised to 6. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്. into 10 raised to 6 ആണ്. പെർസെന്റേജില് into 100 ആണെങ്കിൽ പാർട്സ് പെർ മില്യൺ, അപ്പൊ into 10 raised to 6 ആയിരിക്കും ഓർക്കുക. ഈ നമ്പർ ഓഫ് പാർട്സ് നിങ്ങൾ കണ്ട് പേടിക്കണ്ട. ഈ നമ്പർ ഓഫ് പാർട്സിനെ മാറ്റി ഞാൻ മാസ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും? താഴെ മാസ് ആക്കുക. നമ്മൾ പറഞ്ഞേ എങ്ങനെ എഴുതാം? Parts per million is equal to mass of the component divided by total mass of the solution into 10 raised to 6. വോളിയം ആക്കിയാൽ എങ്ങനെ പറയാം? Parts per million is equal to volume of the component divided by total volume of the solution into 10 raised to 6. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ 7 മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 4 മെത്തേഡുകൾ പറഞ്ഞു കഴിഞ്ഞു. 4 ഓർത്ത് വെച്ചേക്കുക. ഒന്ന് മാസ് പെർസെന്റേജ്, ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 വോളിയം പെർസെന്റേജ്, ഇക്വേഷൻ ഓർക്കുക. 3 മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഈ മാസ് ബൈ വോളിയം പെർസെന്റേജിന് വേണമെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അതായത് മാസ് ബൈ വോളിയം പെർസെന്റേജ് ഇസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം. എന്ത് പറയാം? മാസ് ബൈ വോളിയം പെർസെന്റേജ് ഈസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? സിംപ്ലി കാര്യം മനസ്സിലാക്കുക. എന്താ പെർസെന്റേജ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? 100ന് എത്ര എന്നാ ഞാൻ പറയുന്നു. എന്റെ മാർക്ക് 60% ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എനിക്ക് ടോട്ടൽ മാർക്ക് 100നാണെങ്കിൽ എനിക്ക് 60 മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ പെർസെന്റേജ് അല്ലേ പറയുന്നത്. അതായത് 100 ml സൊല്യൂഷൻ എടുത്താൽ, താഴെ വോളിയം അല്ലേ വരേണ്ടത്, 100 ml സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. അപ്പൊ എന്താ മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറഞ്ഞാല് the amount of solute particle present in 100 ml of solution എന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ഉപയോഗിക്കുന്ന എവിടേക്കാണ്? മെഡിസിനൽ ഫീൽഡിലും ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലും. രണ്ടും മെഡിസിനൽ ഫീൽഡ് തന്നെയാണ്, മരുന്ന് നിർമ്മാണങ്ങളിലൊക്കെ ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ പാക്ക്ഡ് ഫുഡിലൊക്കെ, ലിക്വിഡ് ആയിട്ടുള്ള പാക്ക്ഡ് ഫുഡിലൊക്കെ എന്താണ് അതിന്റെ കണ്ടൻസ് എഴുതിയിരിക്കുമ്പോൾ ഈ യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്, W/D പെർസെന്റേജ്. അടുത്ത 4ാമത്തെ ടേം പാർട്സ് പെർ മില്യൺ ppm. അവിടെ ഓർക്കേണ്ടത് into 10 raised to 6 എന്നാണ്. വളരെ ട്രേസ് ക്വാണ്ടിറ്റീസിന്റെ വളരെ ചെറിയ അളവുകൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേം ആണ് പാർട്സ് പെർ മില്യൺ. റിസർച്ച് ഫീൽഡിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലെ 4 മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മൊത്തം 7 മാർഗം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അടുത്ത് പറയുന്ന 3 മാർഗങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 5ാമത്തെ മാർഗം എന്ന് പറഞ്ഞാല് നിങ്ങള് +1 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ട ടോപ്പിക്കാണ് മൊളാരിറ്റി. സിമ്പിൾ അല്ലേ? ഓർമ്മ വന്നില്ലേ? ക്യാപിറ്റൽ M എന്ന ലെറ്റർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സൂചിപ്പിക്കാൻ പറ്റും. പഠിച്ച കാര്യമല്ലേ? മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മൊളാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 1 liter ഓഫ് ദി സൊല്യൂഷൻ. മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ അതിലടങ്ങിയിരിക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് എന്തോ സാധനം? മൊളാരിറ്റി. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. Molarity is equal to number of moles of solute particle divided by volume of solution in liter. ഇപ്പൊ എന്താ molarity എന്ന് പറഞ്ഞാല് number of moles of solute particle present in 1 liter of the solution. Molarity is the number of moles of solute particle present in 1 liter of the solution എന്ന് ഓർത്ത് വെച്ചേക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. സപ്പോസ് ഞാനൊരു ബൈനറി സൊല്യൂഷനെ കൺസിഡർ ചെയ്യുന്നു. എന്താ ബൈനറി സൊല്യൂഷൻ? 2 കമ്പോണന്റുകൾ മാത്രമുള്ള സൊല്യൂഷൻ. എന്തിനുള്ള കമ്പോണന്റുകൾ? 1ഉം
2 ആണെന്നിരിക്കട്ടെ. ഒന്നാമത്തെ കമ്പൗണ്ട് നമ്പർ ഓഫ് മോൾസ് N1 ഉം രണ്ടാമത്തെ കമ്പൗണ്ട് നമ്പർ ഓഫ് മോൾസ് N2 ആണെന്നിരിക്കട്ടെ. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മൾ ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഇതുപോലുള്ള സൊല്യൂഷൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 ഉം 2 ഉം A ഉം B എന്ന കമ്പോണന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഹൈപ്പോത്തറ്റിക്കൽ ആണല്ലോ. അവിടെ എപ്പോഴും ഫസ്റ്റ് കമ്പോണന്റ് സോൾവെന്റും സെക്കൻഡ് കമ്പോണന്റ് സൊല്യൂട്ടുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ പറഞ്ഞു പോകണം 1 is solvent and 2 is solute, A is solvent and B is solute. തിരിച്ചു വേണമെങ്കിൽ എടുക്കാം. നോർമലി നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ എടുക്കുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് സോൾവെന്റും സെക്കൻഡ് കമ്പോണന്റ് സൊല്യൂട്ട് ആയിട്ടും കൺസിഡർ ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി എങ്ങനെ കാണാം? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു പറഞ്ഞേ number of moles of solute, second component solute, that is N2 divided by volume of solution in liter. കൺവേർഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഈ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? മോൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാരാ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? given mass divided by molar mass. നമുക്ക് വേണ്ടത് N2 അല്ലേ? that is W2 divided by M2. മേളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. that is molarity is equal to N2 എന്ന് എടുക്കാം W2 divided by M2. വോളിയം സാധാരണഗതിയിൽ മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ആകും, എന്താകും? ലിറ്റർ ആകും. അവിടുന്ന് മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? that is molarity is equal to റെസിപ്രോക്കൽ എടുത്താൽ പോരെ W2 divided by M2 into 1000 divided by വോളിയം ഇൻ ml. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്, ഓർത്ത് വച്ചേക്കണം കേട്ടോ. മൊളാരിറ്റി എന്ന് സിമ്പിൾ ആയിട്ട് ഓർക്കുക. എന്താ മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ എത്ര ടേമുകളായി? 5 ടേമുകളായില്ലേ? ആറാമത്തെ ടേം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചതാണ് മൊളാലിറ്റി. എന്താ സാധനം? മൊളാലിറ്റി. റെപ്രസെന്റ് ലെറ്റർ സ്മോൾ ലെറ്റർ m. ഓർക്കുക, മൊളാലിറ്റി ക്യാപിറ്റൽ ലെറ്റർ M, മൊളാലിറ്റി സ്മോൾ ലെറ്റർ m. എന്താ മൊളാലിറ്റി? ഇതുപോലെ പറയാൻ കഴിയും. മൊളാലിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. അവിടെയാണ് ഡിഫറൻസ്. മൊളാലിറ്റി എന്ന് പറയുന്ന സംഭവം എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 1 liter of the solution. Liter of the solution. Molarity means number of moles of solute particle present in 1 kilogram of the solvent. 1 kilogram of the solvent. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Molarity is equal to number of moles of solute particle present in 1 kilogram of the solvent അല്ലേ? That is mass of the solvent in kilogram. Mass of the solvent in kilogram. ഇതേ സൊല്യൂഷൻ, ബൈനറി സൊല്യൂഷൻ, എങ്ങനെ മൊളാരിറ്റി കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? That is N2 divided by mass of the solvent. W solvent first component in കിലോഗ്രാം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. പക്ഷെ നമുക്കറിയാം എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണുക? പറഞ്ഞു കഴിഞ്ഞ കാര്യമോ? given mass divided by molar mass. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? എന്ത് തരം കൊടുത്തേ? W2 divided by M2I divided by W1. സാധാരണ ഇതിൽ ഗ്രാമിലെ തരാറുള്ളൂ. അപ്പൊ എന്താണ്? ഇൻ ഗ്രാം ആണെങ്കിൽ എങ്ങനെ കിലോഗ്രാം ആക്കും? ഡിവൈഡഡ് ബൈ 1000. റെസിപ്രോക്കൽ എടുത്താൽ പോരെ? മൊളാരിറ്റി കിട്ടില്ലേ? that is W2 divided by M2 into 1000 divided by W1 in gram എന്ന് ഓർക്കുക. ഇതാണ് മൊളാരിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് കൂടെ ഓർത്ത് വെക്കുക. ഇവിടെ മൊളാരിറ്റിയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം. എന്താ മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. എന്താ മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. ഇനിയും ഒരു ടേം കൂടെ ഇല്ലേ? ഏഴാമത്തെ ടേം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ച ടേമാണ് മോൾ ഫ്രാക്ഷൻ. എന്താ സാധനം? മോൾ ഫ്രാക്ഷൻ. റെപ്രസെന്റ് ലെറ്റർ കൈ. എഴുതുന്നത് ഇങ്ങനെ കേട്ടോ, CHAI. ചൈ എന്നും വായിക്കാം, കൈ എന്നും വായിക്കാം. എക്സ് പോലെ എഴുതും. മോൾ ഫ്രാക്ഷൻ.
പഠിച്ച കാര്യമാണ്, അറിയുന്ന കാര്യമാണ്. സപ്പോസ് ഞാനൊരു 3 കമ്പോണന്റുകളുള്ള സൊല്യൂഷനെ കൺസിഡർ ചെയ്തു. 1, 2, 3 ഇതാണ് 3 കമ്പോണന്റ്. ഒന്നാമത്തെ കമ്പോണന്റ് നമ്പർ ഓഫ് മോൾസ് N1, രണ്ടാമത്തെ കമ്പോണന്റ് നമ്പർ ഓഫ് മോൾസ് N2, മൂന്നാമത്തെ കമ്പോണന്റ് നമ്പർ ഓഫ് മോൾസ് N3. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ Chi1 എന്ന് പറഞ്ഞാൽ വ്യക്തമായി കേട്ടിരിക്കുക, ഇക്വേഷനുകളുടെ ഡെഫിനിഷൻ നിങ്ങൾ പറയാൻ കഴിയണം. N1 divided by N1 plus N2 plus N3 ആയിരിക്കും. രണ്ടാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ Chi2 എന്ന് പറഞ്ഞാൽ N2 by N1 plus N2 plus N3 ആണെന്ന് ഓർക്കുക. അതുപോലെ മൂന്നാമത്തെ കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ Chi3 എന്ന് പറഞ്ഞാൽ N3 divided by N1 plus N2 plus N3 ആണെന്നും ഓർക്കുക. അപ്പൊ എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ആരുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിന് പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. ഇപ്പൊ എന്താ മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റ് ഇൻ ദി സൊല്യൂഷൻ ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ആരുടെ മോൾ ഫ്രാക്ഷൻ കാണണമോ അയാളുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഒരു കാര്യം കൂടി നോക്കുക, ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3 കമ്പോണന്റുകളുടെ ഈ സൊല്യൂഷനകത്ത് 3 കമ്പോണന്റുകളേ ഉള്ളൂ, അവരുടെ 3 പേരുടെയും മോൾ ഫ്രാക്ഷൻ നമ്മൾ ആഡ് ചെയ്യാൻ പോകുക. എന്താ Chi1 എന്ന് പറഞ്ഞാല് N1 divided by N1 plus N2 plus N3. എന്താ Chi2 എന്ന് പറഞ്ഞാല് N2 divided by N1 plus N2 plus N3. എന്താണ് Chi3 എന്ന് പറഞ്ഞാല് N3 divided by N1 plus N2 plus N3. നോക്കാം, മൂന്നിന്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ എന്താണ് അതിനെ LCM ആയിട്ട് എടുക്കുക. N1 plus N2 plus N3 ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ പോരെ. N1 plus N2 plus N3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം അല്ലേ? അപ്പൊ വാല്യൂ എത്ര കിട്ടും? 1. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സൊല്യൂഷനകത്ത് എത്ര തന്നെ കമ്പോണന്റുകൾ ഉണ്ടായാലും അവയുടെ എല്ലാം മോൾ ഫ്രാക്ഷന്റെ തുക എത്രയായിരിക്കും? 1 ആയിരിക്കും. സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ ദി കമ്പോണന്റ്സ് ഇൻ എ സൊല്യൂഷൻ ഈസ് യൂണിറ്റി. ഒരു സൊല്യൂഷനകത്തുള്ള എല്ലാ കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷന്റെ തുക എത്രയായിരിക്കും? 1 ആയിരിക്കുമെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മുടെ 7 കമ്പോണന്റുകളുമായില്ലേ? ഏതൊക്കെ? മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ്, പാർട്സ് പെർ മില്യൺ, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത്രയും ടേമുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് വഴി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടേമുകൾ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ. പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.